ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ കൂടി ഇന്നലെ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡീലിന്റെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലുലു ഗ്രൂപ്പ് അതിന്റെ ഭാഗമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കുന്നതിൽ നിന്നും ലുലു ഗ്രൂപ്പ് ഇപ്പോൾ പിന്മാറിക്കഴിഞ്ഞു. അവർ ഇതിന്റെ ഭാഗമല്ല. നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ലുലു ഗ്രൂപ്പും IBSും ചേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും എന്നുള്ളത്. പക്ഷേ ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഇതിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ IBS ഗ്രൂപ്പ് മാത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് കാലിക്കറ്റ് FCയുടെ ഉടമസ്ഥരായ IBS ഗ്രൂപ്പ് ആയിരിക്കും ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് നിലവിലെ ഇൻവെസ്റ്റ്മെന്റ് ഡീൽ നടന്നു കഴിഞ്ഞാൽ മാഗ്നം സ്പോർട്സ് പൂർണ്ണമായും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉപേക്ഷിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ 100% ഓഹരികളും വിൽക്കാൻ മാഗ്നം സ്പോർട്സ് തയ്യാറായിട്ടുണ്ട്. അതായത് ഈ ഒരു ഉടമസ്ഥ കൈമാറ്റം നടക്കുകയാണെങ്കിൽ മാഗ്നം സ്പോർട്സിന് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധമുണ്ടാവില്ല. അതായത് ഈ ചർച്ചകൾ നടത്തുന്ന ഗ്രൂപ്പിന് 100% ഓഹരികളും മാഗ്നം സ്പോർട്സ് കൈമാറും എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ പോസിറ്റീവായ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരുമായി ചർച്ചകൾ നടത്തുന്ന പുതിയ ടീം അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കിയാൽ മാഗ്നം സ്പോർട്സ് എല്ലാ കാലത്തേക്കും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടുപോകും. 100% ഓഹരികളും അവർ വിൽക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. സീസണിന് മുന്നേ പുതിയ ഉടമസ്ഥരെ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.